ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ എന്താണ് ചിന്തിക്കുന്നത്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഈ ഒരു സമയം എൻ്റെ വ്യൂസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഫസ്റ്റ്, സെക്കൻഡ് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് ഒരു കാർഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർ ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഫോക്കസ്ഡ് ആണ്, നല്ല രീതിയിൽ നിങ്ങളിൽ അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളിൽ അട്രാക്റ്റഡ് ആയിരിക്കുന്നതെന്ന് നോക്കാം. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, അവർ ഒരുപാട് നിങ്ങളോട് വഴക്കിട്ടിട്ടും അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടും ഒക്കെ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങളുടെ പേഴ്സണെ തന്നെയാണ് ഇപ്പോഴും സ്നേഹിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. എത്രത്തോളം നിങ്ങളെ അവർ വേദനിപ്പിച്ചിരുന്നാലും ശരി തന്നെ നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതിലാണ് അവർ ഒരുപാട് അട്രാക്റ്റഡ് ആയിരിക്കുന്നത്. ഇത്രയും സ്നേഹിക്കുന്നുണ്ടോ, ഇത്രയും നിങ്ങൾ അവരെ സ്നേഹിക്കുമോ എന്ന് അവർക്ക് നിങ്ങൾ ഇത്രയും വേദനിപ്പിച്ചതിന് ശേഷമാണ് അവർക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട് തോന്നുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ എത്ര ശ്രമിച്ചിട്ടും അതിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുവാൻ സാധിക്കുന്നില്ല. ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലായത്. അക്കരെ പച്ച കൊണ്ട് പോയതാണ്, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വാല്യൂ ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് അവർക്കിപ്പോൾ മനസ്സിലായി. നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ഗ്രോത്ത് ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഉയർച്ചയിൽ അവരൊരുപാട് ദുഃഖിക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ അവർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉയർന്നു പോകുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ അവർ കൂടെ ഇല്ലാണ്ട് നിങ്ങൾ ഉയരുന്നതിൽ നല്ല രീതിയിൽ ദുഃഖിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ നല്ല ഉയർച്ച, നിങ്ങളുടെ സ്വഭാവത്തിലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായി മാറിയിട്ടുണ്ടായിരിക്കാം. അതിലേക്ക് അവരിങ്ങനെ വിഷമിച്ച് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണുമായിട്ട് ഒരു റീയൂണിയൻ സാധ്യമാണോ? തീർച്ചയായിട്ടും റീബർത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മുറിവുകളെല്ലാം, മനസ്സിന് നേരിട്ടിരിക്കുന്നതായിട്ടുള്ള എല്ലാ മുറിവുകളും ഉണങ്ങി നിങ്ങൾ ഒന്നാകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേഴ്സൺ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ ടാരോ കാർഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും റീക്കി ഹീലിംഗ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.